നിരവധി ഭുജങ്ങളോടുകൂടി നിൽക്കുന്ന ഭദ്രകാളി സാന്നിധ്യത്തെ കണ്ട് ജലദൃഷ്ടിയായി നിൽക്കുന്ന ദേവീ രൂപത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്ഷേത്രക്കുളത്തിന് തീരത്തേക്ക് ഉയർന്നു കാണുന്ന ക്ഷേത്ര കവാടവും കാണാനാകും. ആ ക്ഷേത്ര കവാടം കടന്ന് ഒരല്പം മുന്നിലേക്ക് നടന്നാലാണ് ക്ഷേത്രഭൂമിയിലേക്ക് എത്താനാവുക. മാമാനിക്കുന്നിനെക്കുറിച്ച് പറയുവാനും അറിയുവാനും ഏറെയാണ്. സർവശക്തിയൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. മഹാലക്ഷ്മ്യൈ ച വിദ്മഹേ സർവശക്തിയൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഈ ഭഗവതിയുടെ ഇരിക്കുന്ന സ്ഥാനം, ഈ ഭഗവതിയെ കണ്ടാൽ ഓരോ വലിയ ഈ കുന്ന് മുഴുവൻ, മാമാനിക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം മുഴുവൻ ആ ശ്രീചക്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗത്തും ആ ശ്രീചക്രത്തിൻ്റെ ഓരോ കോണുകളിലും വരണതായിട്ടുള്ള ദേവതമാരെ ഇവിടെ സങ്കല്പിക്കേണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊടിമരോ അല്ലെങ്കിൽ വലിയൊരു വല്യമ്പലോ ഗോപുരോ ഒന്നും ഇവിടെ സങ്കല്പിക്കാൻ പറ്റില്ല. ഈ പ്രകൃതിയെ മുഴുവൻ ഈശ്വരീയ ശക്തിയായിട്ട് കണ്ടുകൊണ്ട്, സാക്ഷാൽ പരാശക്തിയായിട്ട് കണ്ടുകൊണ്ട്, ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ കണക്ക് തയ്യാറാക്കാൻ ശ്രമിച്ചാൽ നടക്കും എന്നാണ് ഇപ്പോൾ ഒരു വിശ്വാസം. അതിലിപ്പോൾ പലതും ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ആ രീതിയിൽ പോയപ്പോൾ വേഗം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഭദ്രകാളി കപാലിനി ബ്രഹ്മവാദിനി महिषासुरमर्दिनी निशुम्भशुम्भहननी भद्रकाली कपालिनी ब्रह्मवादिनी महिषासुरमर्दिनी. നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യമുള്ളത് ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നേദ്യം വയ്ക്കുന്ന സൗകര്യം, മറ്റേ അത്യാവശ്യം शुम्भहननी भद्रकाली कपालिनी ब्रह्मवादिनी महिषासुरमर्दिनी निशुम्भशुम्भहननी भद्रकाली कपालिनी ब्रह्मवादिनी महिषासुरमर्दिनी. ഇതിൽ ദേവിമാഹാത്മ്യത്തിന് പറയുന്നുണ്ട്, കാളികേതി സമാഖ്യാത ഹിമാചല കൃതാശ്രയ എന്ന് പറയുന്നുണ്ട്. ശ്രീപാർവതി ഹിമാലയത്തിൽ ആ കാളിയുടെ രൂപം ഇവിടെ കണ്ടു എന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ തന്നെ വേണ്ടി വരും. അതിൻ്റെ गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. മഹാകാളിയാണ്. പിന്നീട് വരുന്ന ഒരു ദേവതാമൂർത്തി എന്ന് ശ്രീചക്രത്തിലിരിക്കുന്ന ശ്രീ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് രണ്ടാമത്തെ ദേവത. മൂന്നാമതായി नमस्तस्यै नमस्तस्यै नमो
മാമാനികുന്ന് ഒരു കാലത്ത് വനമായിരുന്നു എന്ന് പറയുമ്പോൾ മാമാനികുന്നിൻ്റെ സമീപ പ്രദേശങ്ങൾ ഇന്നും വനമായി തന്നെ തുടരുന്നു. इन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय. ഈ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ സൂചന കിട്ടുന്നു. മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലാകട്ടെ ഇരട്ടത്തട്ടുള്ളതാണ്. മഹാവിഷ്ണു ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യമായി ചൈതന്യമായി നിലകൊള്ളുകയാണ്. മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമായി ഗണപതിക്കും സുബ്രഹ്മണ്യനും സാന്നിധ്യമുണ്ട്.